So hello guys, welcome to my YouTube channel and welcome again to another video. നമ്മളിപ്പോൾ ഉള്ളത് Cabot Circusലാണ് in Bristol and it's Boxing Day. So what is Boxing Day? For those of you who don't know, Boxing Day is the day after Christmas, the 26th of December exactly. Every year in the UK, I don't know if it's there in the US, but in the UK every year there is a Boxing Day where there'll be a lot of clearance sales and discount offers where you can just buy clothes, dresses, shoes, electronics and pretty much everything at a much lower price, and everyone is here to shop, most of the people. Some say it's a scam, some say it's genuine, but for me personally, I have been on a Boxing Day in Preston once and I got like a hoodie and a sweatpants and it was quite cheap and it was good for good prices. So there are some where you can find 60%, or I can see already a 70% discount sale. Quite a lot of people already here. I'm here with Abia and Simran. കുറേ ആൾക്കാർ ഇപ്പോഴേ വന്നു തുടങ്ങി കേട്ടോ. ഇതൊന്നും അല്ല ഗൈസ്, നല്ല തിരക്കുണ്ടാവും. ഇന്നിപ്പോൾ ടുഡേസ് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് എന്തായാലും നല്ല തിരക്കുണ്ട്. ആ കടയിലൊക്കെ മൊത്തം തിരക്ക് ഗൈസ്. നോക്ക്, നല്ല ക്രിസ്മസ് ട്രീ. നമുക്ക് അവരെ ഫോളോ ചെയ്യാം ഗൈസ്. ആക്ച്വലി ഞാനിവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇങ്ങനെ പുള്ളമ്പേരെ കയറി പോകണം ഗൈസ്. ഗൈസ് നമ്മൾ ആദ്യമേ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മറ്റേ കുറച്ച് വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഒരു ബുഫേ ആയിരുന്നു. വെരി സ്ട്രേറ്റ് വേ ഷോപ്പിംഗ്. ജസ്റ്റ് എ ക്വിക്ക് ഇൻട്രോ. നമ്മുടെ കൂടെ അബിയോടൊപ്പം, അബിയനെ എല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് ദിസ് ഇസ് സിമ്രൻ. ഹായ് ഗൈസ്, സേ ഹായ്. ഹായ് ഗൈസ്. ഹലോ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്, നമുക്കുള്ള ഷോപ്പിംഗ് ചെയ്യാം. ഇപ്പോഴാണ് റെഡി ആയത് ഗൈസ്. ഈ വൈറ്റ് ബാലൻസ് ഇഷ്യൂ ഭയങ്കര വിഷയമാണ് കേട്ടോ. ഞാൻ ഷാസ്ബ്രോ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൈറ്റ് ബാലൻസ് ഇഷ്യൂസ് ഇസ് എൻ ഇഷ്യൂ ദാറ്റ്സ് ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളർ നേരത്തെ വന്നില്ലേ, അത് ഈ വൈറ്റ് ബാലൻസ് ഇഷ്യൂ കാരണമാണ്. എൻ്റെ അനിയനും ഷെർവനും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയെന്ന് തോന്നി. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ. ഒരു കുട്ടി എടുത്തതാ ഗൈസ്. ഇതുണ്ടോ, മൊത്തം ലിൻ്റാണ്. ഞാൻ ചിലപ്പോൾ ഇത് എടുക്കത്തില്ല ഗൈസ്. ഞാൻ എടുത്ത 2 സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരെണ്ണം ഭയങ്കര വലുതായിരുന്നു. ആൻഡ് അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ബട്ട് ഇന്നൊരു ലിൻ്റൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ഒട്ടി കിടപ്പുണ്ടായിരുന്നു ടീഷർട്ടിൽ. സോ ഐ ആം നോട്ട് ടേക്കിംഗ് ദാറ്റ്. പക്ഷേ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. ഞാൻ ഈ റിങ്സൊക്കെ ഒന്ന് നോക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കാം. റിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ്. റിങ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ഇങ്ങനെ എടുത്താലോ. പിന്നെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, പിന്നെ ക്യാപ്സ് ഉണ്ട്. ഇവിടെ പെട്ടെന്ന് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അടുത്ത ഷോപ്പിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ചില കടകളൊക്കെ ഭയങ്കര അന്യായ വില. ഇതാണെങ്കിൽ ഞാനിവിടെ ഒരു നോർത്ത് ഫേസ് എന്നൊരു കടയുണ്ട്. നമ്മൾ നോർത്ത് ഫേസ് എല്ലാവർക്കും അറിയാം, UK എല്ലാവർക്കും അറിയാവുന്ന കടയാണ്. ജാക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. അവിടെ ആണെങ്കിൽ ഒരു ഇ ടിപ്പ് ഗ്ലൗസ് പറഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഗ്ലൗസാണ്. വിൻ്ററിൽ നമുക്ക് തണുപ്പത്തു നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഗ്ലൗസ്. അതിൻ്റെ നമുക്ക് നോർമൽ ഗ്ലൗസ് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഇ ടിപ്പ് ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഈ ഇ ടിപ്പ് ഗ്ലൗസിന് ഒരെണ്ണത്തിന് 40 പൗണ്ട്. അതിന് കുറച്ചും കൂടി കട്ടി വേണമെങ്കിൽ 50 പൗണ്ട്. അത് തന്നെ ഗ്ലൗസിന് തന്നെ ഇത്രയും വില. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റേത് ഒരു ഹുഡിക്ക് തന്നെ 35 പൗണ്ടുള്ളൂ. നമ്മൾ വേറൊരു കടയിലോട്ട് കയറി വന്നിരിക്കുകയാണ് ഗൈസ്. ജാക്ക് ആൻഡ് ജോൺസ് എന്ന് പറഞ്ഞ കടയിൽ അതിൻ്റെ വാസ് 80 പൗണ്ട്സ്, നോ 40 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സെയിലുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. സെയിൽ ഫോർ 50% ആൻഡ് 4 for 30 പൗണ്ട്സ് കാണാം ഗൈസ്. പിന്നെ ഔട്ടർ വെയർ ഉണ്ട് ഇവിടെ. 30% ഓഫ് ഓൺ സെലക്റ്റഡ് ഐറ്റംസ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? കൊള്ളത്തില്ല? കൊള്ളാവോ? അപ്പച്ചൻ ഗൈസ്, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ, ഈ ജാക്കറ്റ് കൊള്ളാവോ? ഇത് സൂപ്പറാണെന്ന് എനിക്ക് നിൻ്റെ തോന്നില്ല. സൂപ്പറല്ലേ? നമ്മളെന്ത് ചൂസ് ചെയ്താലും ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പുള്ളൻപേർ പോയപ്പോൾ പുള്ളൻപേരെന്ന് എനിക്ക് നല്ല ഇതൊന്നും കിട്ടിയില്ല. സോ ഞാൻ ബേർഷ്ക എന്ന് വാങ്ങിച്ചു ഗൈസ്. ബേർഷ്കയിൽ നിന്ന് നമ്മൾ 2 സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് 2 സ്കേറ്റർ ജീൻസും പിന്നെ ഒരു നൈസ് ജമ്പർ കിട്ടി ഗൈസ്. അതാണ് ഞാൻ എടുത്തത്. These ladies have come now to Zara. എന്ത് തിരക്കാന്ന് നോക്ക് ഗൈസ്, ഭയങ്കര തിരക്ക്.
ആൾക്കാർക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ് എന്തെടുക്കണം. പിന്നെ എവിടെ നോക്കിയാലും സെയിൽ. ഇവിടെ വന്നവർക്ക് ബ്രിസ്റ്റൽ നല്ലൊരു സ്ഥലമാണ്. ഞാൻ ബർമിംഗം വന്നിട്ടുണ്ട് ഫോർ ബ്ലാക്ക് ഫ്രൈഡേ. പക്ഷേ ഇത്ര ആൾക്കാരും കണ്ടിട്ടില്ല, ഇത്രയും സെയിലും കണ്ടിട്ടില്ലായിരുന്നു. മേ ബി ഇറ്റ്സ് ബിക്കോസ് പ്രോബ്ലി ഐ നോട്ട് ഗോൺ ടു നൈസ് പ്ലേസസ് ദെയർ, ബട്ട് ബ്രിസ്റ്റൽ ഇസ് റിയലി ഗുഡ്. ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര സ്റ്റൈലിഷാണ്. നമുക്ക് ഹുഡി നോക്കട്ടെ. നിങ്ങളൊരു കാര്യം നിങ്ങളിവിടെ നോക്ക്, ഞാൻ പോയി ഹുഡി തപ്പട്ടെ. ഇപ്പോൾ ഹുഡി തപ്പാൻ പോവാണ് ഗൈസ്. ആൾക്കാരൊക്കെ എന്തായാലും അവർ നമ്മളൊക്കെ നോക്കുന്നുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യണ്ട. എൻ്റെ ഷൈനസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. മേളിൽ കുറേ സെലക്ഷൻ ഉണ്ട് ഗൈസ്. എനിക്കറിയാം കുറേ നാളെ ഞാൻ വീഡിയോ എടുത്തിട്ടെന്ന്, ബട്ട് താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട് ഗൈസ്. പക്ഷേ നമുക്കത് 100 സബ്സ്ക്രൈബേഴ്സ് ഈ വർഷം തീർന്നതിന് ഈ വർഷമല്ല, ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് ഇയർ 2026 ഹുഡി സെക്ഷനോട്ട് പോകാം. ബ്ലാക്ക് ഹുഡി കൊള്ളാം. ഗ്രേ കളർ എങ്ങോട്ട് നിന്നു, ഗ്രേ കളർ ഇഷ്ടം, ഡാർക്ക് ഗ്രേ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. നോക്ക് ഗൈസ്, ഇത്ര സാധനം. പുള്ളൻപേർ ഒരു കവറ്, ബ്രഷ് കട് 2 കവറ്, സാറയുടെ 2 കവറേ പോയി. അപ്പോൾ എന്തായാലും ഞാനിത് പോയി കാറിൽ വെച്ചിട്ട് വരാം ഗൈസ്. അവരാണെങ്കിൽ എവിടെയോ പോയി. സോ ഞാൻ അവരടുത്ത് പറഞ്ഞു നിങ്ങൾ പോയി ബാക്കി സാധനങ്ങൾ നോക്കിക്കുമെന്ന്. ഏകദേശം ഒരു 400-500 പൗണ്ട് ഈസിലി പൊട്ടിക്കാണും, ഉറപ്പായിട്ടും പൊട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ ഒരു ഓഫറൊന്നും കിട്ടില്ല. അതും കുറേ സാധനങ്ങൾ വാങ്ങിച്ചു ഗൈസ്. ഞാനൊരു 2 ഹുഡി 3 കിഡിലും ഹുഡി സാറേന്ന്, 2 സ്കേറ്റർ ജീൻസ്, പിന്നെ ബാഗി നല്ല സൂപ്പർ ബാഗി ഫിറ്റുള്ള ഒരു ജീൻസ് 2 വാങ്ങിച്ചു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്തായിരുന്നു, ഒരു സ്വെറ്റ് ഷർട്ട് അല്ല, ഒരു ജമ്പർ പോലെ പറഞ്ഞെടുത്തു. പിന്നെ പെമ്പിളേരും അവർ ലേഡീസ് അവരൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. സിമ്രൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി എന്തൊക്കെയോ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇനിയും ഷോപ്പിംഗ് ഒന്നും ഇല്ല, ഇത്രയും മതി. എനിക്കുള്ള കാര്യങ്ങളായി, അഭിനയിക്കുമുള്ള കാര്യം ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് എനിവേസ് നൈസ്. ഇവിടെ നിന്ന് ചുറ്റി കറങ്ങണം, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. എനിക്കിഷ്ടപ്പെട്ട ഏരിയ ഒക്കെ കൊള്ളാമല്ലേ, ഭയങ്കര നൈസ് ഒരു കിട്ടുന്ന സ്ഥലമാണ്. എന്നാലും ഇത്രയും സാധനം ഇങ്ങനെ നിൽക്കുന്ന സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഇപ്പോൾ വണ്ടിയിലോട്ട് പോവാണ്. വണ്ടി പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ ലിറ്ററലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാക്കിംഗ് ലൈക്ക് ദിസ് ഓൾ ദ വേ ടിൽ ഹിയർ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വാക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വന്ന വഴിയല്ലേ ആ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. ആ വന്ന വഴി മൊത്തം ഞാൻ ഇങ്ങനെ നടക്കുന്നു, ആൾക്കാർ നോക്കുന്നു, ഞാൻ കാരണം ഹോൾഡിങ് ദീസ് മെനി ബാഗ്സ്. ഇതെല്ലാം എൻ്റെ അല്ലല്ലോ, കുറച്ച് കബിയുടെ, കുറച്ച് മറ്റേ സിമ്രൻ്റെ, കുറച്ച് എൻ്റെ. ആൻഡ് ലൈക്ക് പീപ്പിൾ ആർ ലൈക്ക് ലുക്കിംഗ് അറ്റ് യു. എനിക്ക് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് പോവാം. കുറച്ച് ഞാൻ ഇടയ്ക്ക് ഞാൻ ചാടായിരുന്നു. ഓക്കെ, ഞാൻ സംഭവമാണെന്നുള്ളത് ഇത്. പിന്നെ കുറച്ച് നാണക്കേട് പോലെ അല്പത്തരം. എടാ മോനെ നോക്കിക്കേ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞാൻ. നമ്മളെ സത്യം പറഞ്ഞാൽ വി ഷുഡ് താങ്ക് ഗോഡ് ഫോർ ഇറ്റ്. ഞാനൊരു ദൈവവിശ്വാസിയൊക്കെയാണ് കേട്ടോ. സോ ലൈക്ക് നമ്മുടെ മിടുക്കും കൊണ്ടോ കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ കിട്ടുന്നത്, എല്ലാം ഒരു ഭാഗ്യമാണ്. ഈ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. And there are people who don't even get proper food or water, and we are like so blessed. So we should be very thankful. അതാണ് എൻ്റെ മോട്ടോ. ആൻഡ് I'm just so happy. ഞാൻ ഇങ്ങനെ എനിക്ക് കുറേയൊക്കെ ഗിഫ്റ്റായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ആൻഡ് ലൈക്ക് ഐ എം വെരി ഹാപ്പി ഫോർ ഇറ്റ്. വെരി ഗ്രേറ്റ്ഫുൾ ടു ബി ഓണസ്റ്റ്. ലൈക്ക് നമ്മൾ ലൈഫിൽ എപ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ തുടങ്ങുന്നു കേസ്, അപ്പോൾ മുതൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരും. ഈവൻ പ്രശ്നങ്ങളും സാഡ്നെസ്സും ഒക്കെ വരും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ലൈക്ക് it's the end of the world or anything. It's like ingana ups and downs and down. So like it's everything namal cherish, everything, every day is a lesson, and even good days like these are like lessons for us. So let's just be grateful and thankful. Orikilum ahangarikade, like never be have pride. I've seen so many people and people that I know also who think it's like അവരുടെ മിടുക്കും കൊണ്ടാണെന്നൊക്കെ. ലൈക്ക് യെസ്, ഡെഫിനറ്റ്ലി ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾ ഗ്രേസ് ഓഫ് ഗോഡ് ഐ വുഡ് സേ, ഓർ ലൈക്ക് ലക്ക്. ദാറ്റ് നമ്മുടെ മൈ മാത്ത് ടീച്ചർ, ഞങ്ങളുടെ ഒരു മാത്ത് ടീച്ചർ ഉണ്ടായിരുന്നു, ദേഷ്യസ് സേ നമ്മുടെ ഹെയർ ലൈൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ our entire fate of our lives would have been completely different. Okay, so be grateful, be thankful, and just be kind and stuff like that.
അത്രയോളം എനിക്ക് പറയാൻ. എനിവേസ് ലെറ്റ്സ് ഗോ ക്യാച്ച് ദം. ഞാൻ ഒരുപാട് പ്രസംഗിച്ച് കുളമാക്കുന്നില്ല. ജാക്കറ്റ് വാങ്ങിക്കണം, നല്ല ഷൂസ് വാങ്ങിക്കണം. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഒരു ചീപ്പായിട്ടുള്ള ഷൂസാണ്. ഞാനിങ്ങനെ കെയർഫുള്ളി നോക്കുന്നതുകൊണ്ടാണ് ഇറ്റ്സ് എ ബിറ്റ് ലൈക്ക് ഈവൻ ദോ കുറച്ചെങ്കിലും വൈറ്റ് ആയിട്ടിരിക്കുന്നത്. നല്ല ഷൂസ് വാങ്ങിക്കണം, ജാക്കറ്റ് വാങ്ങിക്കണം. അത് ഞാൻ ഇന്ന് വാങ്ങിക്കുന്നില്ല, ക്ലാരന വഴി എന്തെങ്കിലും, അത് ഓൺലൈൻ എന്തെങ്കിലും വാങ്ങിക്കാം. എനിവേസ് ലെറ്റ്സ് ഗോ ഫൈൻഡ് ദം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഈ കൊറിയൻ റെസ്റ്റോറൻറ്റ് പേരെന്തായിരുന്നു മറന്നുപോയി. ബൺസിക് എന്ന സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ബൺസിക്, ദാറ്റ്സ് എ പ്ലേസ് നെയിം. നമ്മൾ ഈ ലൈക്ക് ഐ ഹവ് ട്രൈഡ് കൊറിയൻ ഫുഡ് ബിഫോർ, ബട്ട് ദിസ് ഇസ് ലൈക്ക് എ പ്രോപ്പർ ലൈക്ക് ദിസ് ഇസ് ഒത്തൻറ്റിക് കൊറിയൻ. Yeah, authentic Street Korean food. And I think I've tried corn dog once. I think it was in, where was it? When we went to the US or something? Yeah, I'm not sure. Corn dog I try it. Or was it Abu Dhabi? I'm not sure. But ഇവിടെ corn dog, പിന്നെ ഇവിടെ there's something called Tibuki എന്ന സാധനമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. And see, you can see corn dog, that's corn dog, Korean corn dog, and Tibuki എന്ന സാധനം. പിന്നെ ചിക്കൻ വിങ്സും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് വി ഓർഡർ ലൈക്ക് ക്രഞ്ചി ചിക്കൻ, ക്രഞ്ചി മൊസറല്ല, Tibuki stuff, and it's nice. There's lots of people here because it's Boxing Day as well. അതെന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. ഫുഡ് വന്നിട്ട് ബാക്കി. ഓക്കേ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ദിസ് ഇസ് കോൾഡ് Tibuki. Yeah, and then what's this? This is just bulldog chicken wings. Bulldog chicken wings and the corn dog. Different corn dogs. Different corn dogs. Yeah, looking nice. Okay, crunchy corn dog try ചെയ്യാൻ പോവാണ്. സോറി ഗേസ്, കഴിച്ച് എത്രയായി ഗേസ്. ഉള്ളിൽ ബാറ്റേഡ്, ഇത് ബാറ്ററാണ്, ഇറ്റ്സ് ഡീപ് ഫ്രൈഡ്. എല്ലാവരും അടിച്ച് പെരുക്കാണ്. ഇതിൻ്റെ ചീസാണ് ഉള്ളിൽ, ചീസ്. ഗൈസ്, ഇത് ഡിന്നറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വെജ് കിംപാവ്, അതായത് കൊറിയൻ സൂഷി പോലെ സാധനമാണ്, പക്ഷെ കുക്ക്ഡ് ആയിരിക്കും. പിന്നെ ഒരു ക്രഞ്ചി മൊസറല്ല ആൻഡ് ഹാഫ് ചിക്കൻ, ഹാഫ് മൊസറ ഹാഫ് ചിക്കൻ, വെജ് കിംബാബ്. അരേ വാ. ഈ പ്രാവശ്യം നമ്മൾ കറി പൗഡർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് മാഗി മസാല പൗഡർ മാതിരി ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. വി ആർ എൻഡിങ് അവർ വ്ളോഗ്. നമ്മളൊരു എക്യുമെനിക്കൽ കൊയർ സർവീസിന് പോകണം, കാരൽ സർവീസിന് പോകണമെന്നുണ്ട്. നമ്മളിവിടെ വന്ന് സിമ്രാനോട് വളരെ താങ്ക് യു സിമി ഫോർ കമ്മിങ് വിത്ത് us, and thank you Abia for being our tour guide. Wait, it was the other way around. Sorry. Okay, anyways, so that's it for today's video. Thank you for watching. If you did like the video, don't forget to leave a like, share the video to your friends, and comment what I could have done better. And don't forget to leave a subscribe to the channel. Thank you very much, guys. See you in the next video.